ഞാൻ പറഞ്ഞത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ പൂരത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ നിന്ന് മാധ്യമങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള സമഗ്രമായ അന്വേഷണവും അതിനകത്ത് വരുന്ന കാര്യങ്ങളും അറിയുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇവിടെ ചോദിക്കുന്നത് അവിടെ ചെല്ലുന്ന നേരത്തെ എന്തെങ്കിലും ത്രെട്ട് ഉണ്ടായെന്നാണ്. എന്തിനാണ് ഇപ്പോൾ ഏത് കാര്യമാണ് മറച്ചു വയ്ക്കാനുള്ളത്? അന്ന് രാത്രി തലേന്ന് പൂർണ്ണമായിട്ടും ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. പൂരത്തിൻ്റെ ഘട്ടത്തിൽ പൂർണ്ണ സമയം രാവിലെ കണിമംഗലം ശാസ്താവ് അവിടെ നിന്ന് പൂര ദിവസം പുറപ്പെടുന്നത് മുതൽ വെടിക്കെട്ട് മാത്രമല്ല ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ മാത്രമല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സുനിൽകുമാറും പിന്നെ അതുൾപ്പെടെയുള്ള ആളുകളും ഉണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണ സമയം ഉണ്ടായിരുന്നത് ആരൊക്കെയാണെന്ന് ആലോചന നടത്തുകയാണ്. വി എസ് സുനിൽകുമാർ ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. തലേന്ന് രാത്രി 12:30-1 മണി കഴിയും വരെ ഞങ്ങൾ ദേവസ്വം ഓഫീസുകളിലുണ്ടായിരുന്നു. കാരണം വനം വകുപ്പുമായി ബന്ധപ്പെട്ട് അളവെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, അമിക്കസ് ക്യൂറികൾ നടത്തിയ ഇടപെടലുകൾ, ഇങ്ങനെ പാപ്പാന്മാർ വരുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച് അമിക്കസ് ക്യൂറികളുടെ പരാതികൾ, ഇതെല്ലാം നോക്കി പിറ്റേന്ന് രാവിലെ മുതൽ എഴുന്നള്ളിക്കേണ്ടി വരുന്ന ആനകൾക്ക് മുഴുവനുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭ്യമായി എന്ന് പറഞ്ഞ് ഇനി ഒരു പരാതിയുമില്ല എന്ന് പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങൾ പറയും വരെ ഞങ്ങളവിടെ ഉണ്ടായിരുന്ന ആളുകളാണ്. രാവിലെ കണിമംഗലം ശാസ്താവിൻ്റെ പുറപ്പെടൽ മുതൽ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത പോലെ ആ സമയത്ത് അതിനോടൊപ്പം നടന്നു വന്ന ആളുമാണ് ഞാൻ. പൂരത്തിൻ്റെ ഈ പന്തലിൽ ലൈറ്റ് ഓഫ് ചെയ്യലും അതുപോലെ തന്നെ കൊട്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞത് മുതൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ബന്ധപ്പെട്ടിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന സംശയം എനിക്ക് മനസ്സിലായി. അവിടെ സ്വാഭാവികമായിട്ടും ഔപചാരികമായി ജില്ലാ കളക്ടറുടെയും പോലീസ് അധികാരികളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ കോഡ് ഓഫ് കോണ്ടക്റ്റ്, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലനിൽക്കുന്നത് കൊണ്ട് മന്ത്രി എന്ന നിലയിൽ ഞാൻ പങ്കെടുക്കേണ്ടതില്ല. പങ്കെടുക്കാൻ അങ്ങനെ ഔപചാരികമായിട്ടുള്ളൊരു യോഗത്തിൽ സ്വാഭാവികമായിട്ടും പെരുമാറ്റച്ചട്ടം നടക്കുന്നതുകൊണ്ട് മന്ത്രി പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഔപചാരികമായി നടക്കുന്ന ആലോചനയിൽ ഞാൻ ഉണ്ടായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞാൻ ആ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാനലുകൾ തന്നെ ആ കാര്യം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. ഞാനതിനും ക്ലാരിഫിക്കേഷൻ ക്ലിയറാണ്. ജില്ലാ കളക്ടറോട് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഈ ഗതികൾ നിയന്ത്രിക്കുന്ന ഘട്ടത്തിൽ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നേരിട്ട് പോയി ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന സംശയം കളക്ടറോട് ചോദിച്ചു. കളക്ടർ സ്വാഭാവികമായിട്ടും പറഞ്ഞ മറുപടി, അവിടെ നമ്മൾ പറയപ്പെടുന്നത് പോലെ നിയന്ത്രണമുള്ള ഒരാൾക്കൂട്ടമല്ല അവിടെ നിൽക്കുന്നത്. അവിടുത്തെ ചിത്രങ്ങളെല്ലാം ബന്ധപ്പെട്ട TV ചാനലുകളിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും മന്ത്രി എന്ന നിലയിൽ അവിടെ പോയാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുമോ? അങ്ങനെ പ്രശ്നങ്ങളുണ്ടായാൽ അത് കൂടുതൽ വഷളായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമോ? നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്തായിരുന്നു? നമ്മുടെ മുമ്പിൽ ഒരു വിധത്തിലുള്ള വിഘ്നങ്ങളും ഇല്ലാത്ത വിധം പൂരം കൃത്യമായി നടത്തി പോകലാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഒന്ന്, അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാൽ അപ്പോൾ ഒരു തരത്തിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസമോ അവിടെ പോയി ഉണ്ടായാൽ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് നടക്കുന്ന സമയത്ത് മന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കാൻ അവസരമില്ല എന്നുള്ള നിയമം നിലനിൽക്കുമ്പോൾ അനധികൃതമായി പോയതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കൊച്ചു പ്രശ്നമെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പൂരത്തിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള നടത്തിപ്പിൽ പ്രയാസമുണ്ടാകുമോ എന്ന് കരുതി ഞങ്ങളൊരു സ്വയം നിയന്ത്രണം പാലിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലൊരു പ്രശ്നം, സംഘർഷ സാധ്യത, ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലല്ല. ആരക്രമിക്കപ്പെടുന്നു? തൃശ്ശൂരിലെ ഈ പൂരത്തിൽ വന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലൂടെ ഞാൻ പറഞ്ഞോട്ടെ, ലക്ഷക്കണക്കിന് ആളുകളുടെ നടുവിലൂടെ നടന്നു പോയ ഒരാളാണ് ഞാൻ. ഒരാളും എന്നെ ആക്രമിക്കും തൃശ്ശൂരിൽ എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരു പേടിയില്ല. പ്രശ്നം ഇത്രയേ ഉള്ളൂ. കളക്ടർ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അങ്ങ് പോയി സംസാരിക്കുമ്പോൾ അവിടെ കൂടിയൊരു ജനക്കൂട്ടത്തിൻ്റെ പൊതു പ്രത്യേകതകൾ എന്തെന്നും അതുവരെ പൂരത്തിൽ കാണാത്ത ആളുകളുടെ സാന്നിധ്യം അവിടെ കണ്ടെത്തി എന്നുമെല്ലാം നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അവിടെ പോയി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമെങ്കിലും ഉണ്ടായാൽ അത് പിന്നീട് ഒരു പ്രയാസത്തിന് ഇടവരുത്തരുത് എന്ന് ബോധപൂർവമായിട്ടുള്ള ആലോചന ഞങ്ങൾ നടത്തി. അത്രയേ ഉള്ളൂ. ഈ തൃശ്ശൂർ പൂരത്തിന് ഇത്തവണയും ഒരാചാരത്തിലും ലംഘനം ഉണ്ടായില്ല. അത് പൂരത്തിൻ്റെ സമയക്രമത്തിലുണ്ടായ മാറ്റമാണ്. അതുപോലും ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ബോധപൂർവമായിട്ടുള്ള ഒരു പ്രശ്നവും സൃഷ്ടിക്കേണ്ട എന്ന് ഞങ്ങൾ കരുതി. കളക്ടർ ഇങ്ങനെ സ്വാഭാവികമായിട്ടും ജില്ലയിലെ ഭരണാധികാരി എന്ന നിലയിൽ ഇങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിക്കുമ്പോൾ ആ ആശങ്കയോട് പിന്നെ പ്രതികരിക്കേണ്ടത്, എന്നാൽ നേരിട്ട് ഞങ്ങൾ അങ്ങ് പോകാം, അവിടെ വന്നിട്ട് കാണുന്നത് കാണാം എന്ന വിധത്തിലാകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു ആതിഥേയൻ്റെ ചുമതല വഹിക്കേണ്ട ഒരാളാണ് ഞാൻ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഒരു നിയന്ത്രണം സ്വയം പാലിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുതന്നെയായിരിക്കും സുനിൽകുമാർ പറഞ്ഞത്. അങ്ങനെ എന്തിനാ സൂരജ് ഇപ്പം ഞാൻ പറയുന്നത്? എൻ്റെ വായ കൊണ്ട് ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അന്വേഷണം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന നേരത്ത് ഒരു പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തേണ്ട ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നമുണ്ടോ? സ്വാഭാവികമാണ്. ഏത് ജില്ലാ ഭരണകൂടമാണ് അങ്ങനെ പറയാതിരിക്കുക? അവിടെ പോയാൽ
അസംബിൾഡ് അല്ലാത്ത, നിയന്ത്രണ വിധേയമല്ലാത്ത ഒരാൾക്കൂട്ടം സ്വാഭാവികമായിട്ടും പൂരവുമായി ബന്ധപ്പെട്ട വികാരങ്ങളിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും ഒരാളൊരു അഭിപ്രായ വ്യത്യാസമോ ഒരു കൂക്കുവിളിയോ നടത്തിയാൽ ചിലപ്പോൾ പോലീസ് ഇടപെടും, ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻ ഉണ്ടാക്കും. ബോധപൂർവ്വം ഒരു പുതിയ സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട, അണ്ടർ കൺട്രോളാണ് ഞങ്ങൾ പറയുന്നത് പോലെ 3:20 നടക്കുന്ന വടക്കുന്നാഥനിലെ യോഗത്തിൽ നമുക്കത് ഒരു പ്രയാസവും ഇല്ലാതെ പരിഹരിക്കാം എന്നുകൂടി പ്രഖ്യാപിച്ചു പോകാവുന്നൊരു അന്തരീക്ഷമുള്ളപ്പോൾ പിന്നെ ഒരു യോഗം നടത്താൻ പാടില്ലാത്തൊരു ഘട്ടത്തിൽ അങ്ങനെ നടത്തി വളരെ ബോധപൂർവമായി. ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ആ നേരത്ത് അങ്ങോട്ട് പോയി ഏതെങ്കിലും വിധത്തിൽ ഈ പറയപ്പെടുന്ന പോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്താണ് മാധ്യമങ്ങൾ പറയുക, ഇപ്പം അങ്ങോട്ട് വരണ്ടാത്തൊരു സാഹചര്യത്തിൽ അല്ല, ത്രെറ്റല്ല. സ്വാഭാവികമായിട്ടും VS സുനിൽകുമാർ പറഞ്ഞത് എടുത്തു കേട്ടാൽ മനസ്സിലാവും. ഇങ്ങനെയൊക്കെ ഓരോ ചെറിയ പോയിന്റിൽ നിങ്ങൾ പിടിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായിട്ടും ജില്ലാ കളക്ടർ ഇങ്ങനെ അവിടെ ചെന്നാൽ ഒരു പക്ഷേ അങ്ങ് അവിടെ ചെല്ലുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മന്ത്രിയാണ് ചെല്ലുന്നത്, ഏതെങ്കിലും വിധത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടമാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ തെരഞ്ഞെടുപ്പ് പിന്നെ വെടിക്കെട്ട് നടത്തിയിട്ടില്ലേ, നേരത്തെ ഹരിത കളക്ടറായിരിക്കുമ്പോൾ നട്ടുച്ചയ്ക്ക് 1:30 മണിക്ക് നമ്മൾ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട്. ഒരു പ്രതിഷേധം ആളുകളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല, മഴ മൂലം മാറ്റിവെച്ചാണ്, ആചാരത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഒരു നേരമാണ്, പല വിധത്തിലുള്ള പിന്നെ ശ്രമങ്ങൾ നടത്താനുള്ള പരിശ്രമമുണ്ട്. അതിന് ശേഷം നടത്തിയ സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, കാണാതെ പോയോ നിങ്ങൾ കാര്യങ്ങൾ? അവിടെ വെടിക്കെട്ട് നടത്താൻ പോകുന്നു എന്ന് 3:20 പ്രഖ്യാപിച്ചപ്പോൾ ആർക്കൊക്കെയാണ് ജയ് വിളിച്ച് ആളുകൾ അവിടെ പിന്നെ ശബ്ദമുയർത്തിയത്? വെടിക്കെട്ട് നടത്താം എന്ന് പറഞ്ഞാൽ ജയ് വിളിക്കേണ്ട കാര്യമുണ്ടോ? ആർക്ക് വേണ്ടിയാണ് ജയ് വിളിച്ചത്? സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ജൈവിളികൾ ഉൾപ്പെടെ നടക്കുന്ന ഒരു പൂരപ്പറമ്പ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടോ? അത് തെരഞ്ഞെടുപ്പ് എന്ന രാഷ്ട്രീയം കണ്ടുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരുടെ സ്വാഭാവികമായിട്ടും ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നൊരു കളക്ടർ ഭയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മന്ത്രിയോടാണ് അവിടെ പോയാൽ അനാവശ്യമായ പ്രശ്നം ഉണ്ടാകുമോ എന്നങ്ങ് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവിടെ പോകുമ്പോൾ ഒരു പിന്നെ അങ്ങനെ നേരിട്ട് അങ്ങോട്ട് ഈ ഘട്ടത്തിൽ പോകേണ്ടതുണ്ടോ, പോകാൻ പ്രയാസമുണ്ടാകുമോ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകുമോ എന്ന് കളക്ടർ പറഞ്ഞാൽ പിന്നെ ബോധപൂർവമായി അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അല്ല, ഞാൻ പിന്നെ ആംബുലൻസിലല്ല, എന്തായാലും ഞാൻ സർക്കാരിൻ്റെ വാഹനത്തിലല്ല, നമ്പർ 2 കാറിലല്ല. ഞാൻ വന്നത് സാധാരണ കിട്ടാവുന്ന ഒരു വാഹനത്തിൽ വന്ന് കിലോമീറ്ററുകളോളം നടന്നാണ് പൂരപ്പറമ്പിലൂടെ ക്രോസ് ചെയ്ത് പോയി. ആളുകൾ എന്നെ കണ്ടും കെട്ടിപ്പിടിച്ചും ഉമ്മ വെച്ചും ആ നേരത്തും സെൽഫി എടുത്തും തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് ജനക്കൂട്ടത്തെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല, ജനക്കൂട്ടത്തിന് എന്നെയും പിന്നെ പ്രയാസപ്പെടുത്തേണ്ട കാര്യമില്ല. അവിടെ പോലീസിനെ പോലും വിളിക്കാതെയല്ലേ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളെ ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഈ പറയുന്ന ആളുകളെയൊക്കെ വകഞ്ഞു മാറ്റി നിർത്താൻ പോലീസ് ഇടപെട്ടാൽ ആളുകൾക്ക് എന്തൊരു പ്രയാസം ഉണ്ടാകും? ഞാൻ പൈലറ്റ് വാഹനം പോലും വേണ്ടതുപോലെ ഉപയോഗിക്കാത്ത ഒരാളാണെന്ന് പോലീസിന് തന്നെ പരാതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ ജനക്കൂട്ടത്തിനിടയിൽ പോകാനൊരു പ്രശ്നമില്ല. അപ്പോഴും പോലീസല്ല എന്നെ വകഞ്ഞു മാറ്റി കൊണ്ടുപോയത്, നാട്ടുകാർ തന്നെ രാജേട്ടൻ വരുന്നു അങ്ങോട്ട് വഴി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഈ തിരക്കിൻ്റെ ഇടയിലൂടെ ഞാൻ പിന്നെ വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കേ ബസ് സ്റ്റാൻഡ് വഴി വളഞ്ഞിട്ടാണ് ഞാൻ ആൾക്കൂട്ടത്തിന് പ്രയാസമില്ലാതിരിക്കാൻ പോയത്. അല്ലെങ്കിൽ ഇതിലെ പോയ സെൻറ് തോമസിൻ്റെ മുമ്പിലെ മറ്റേ കമാനം മാറ്റേണ്ടി വരും, ഗേറ്റ് മാറ്റേണ്ടി വരും. മന്ത്രി വന്നാൽ സ്വാഭാവികമായിട്ടും കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും. അങ്ങനെ ഒരു പ്രയാസമില്ലാതിരിക്കാൻ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കാൻ ഏറ്റവും മര്യാദയോടെ ഇടപെടുക, ഏറ്റവും സഹിഷ്ണുതയോടെ ഇടപെടുക. തൃശ്ശൂർ പൂരം നമ്മുടെ ഒരു അഹങ്കാരത്തിൻ്റെ, സ്വകാര്യ അഹങ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ഗംഭീരമായി നടത്തുക, ഇത്ര മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ.